ലോകകപ്പ് കിരീടം ഇന്ത്യ നേടിയാൽ കോച്ച് രാഹുൽ ദ്രാവിഡിനുള്ള ഉചിതമായ യാത്രയയപ്പ് കൂടിയാകുമത്. കോച്ചായും കളിക്കാരനായും വർഷങ്ങളോളം ഇന്ത്യൻ ക്രിക്കറ്റിനെ സേവിച്ച ദ്രാവിഡിന് ഇതുവരെ ഒരു ലോക കിരീടം നേടാനായിട്ടില്ല. പ്രതിസന്ധികളിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രക്ഷയ്ക്കെത്തിയ വൻമതിൽ. സച്ചിനും ഗാംഗുലിക്കും VVS ലക്ഷ്മണനുമൊപ്പം ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുയർത്തിയ പ്രതിഭ. ടെസ്റ്റിലും ഏകദിനത്തിലും 2020-ലുമായി ഒട്ടേറെ മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ ദ്രാവിഡിന്റെ മെഡൽ ശേഖരത്തിൽ ലോകകപ്പ് മെഡലില്ല. ഇന്ത്യ ഇന്ന് ലോക കിരീടം ചൂടിയാൽ ഈ ക്രിക്കറ്റ് ഇതിഹാസത്തിന് നൽകാവുന്ന മികച്ച യാത്രയയപ്പ് കൂടിയാവും അത്. 2003-ലെ ലോകകപ്പിൽ വിക്കറ്റ് കീപ്പറിന്റെ റോളിലാണ് ഇന്ത്യൻ ടീമിൽ ദ്രാവിഡ് എത്തിയത്. ദ്രാവിഡ് കീപ്പറായത് മികച്ച ഫലം നൽകിയെങ്കിലും ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റു. 2007-ൽ ഗാംഗുലിക്ക് പിന്നാലെ ടീമിനെ ലോകകപ്പിൽ നയിക്കാനുള്ള നിയോഗവും രാഹുൽ ദ്രാവിഡിന്. മികച്ച ടീമായിട്ടും ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഇന്ത്യ പുറത്തായത് തിരിച്ചടിയായി. പിന്നീട് പതിയെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും പുറത്തുപോയ വൻമതിലിന് ലോകകപ്പ് കിരീടം എന്ന സ്വപ്നം ബാക്കിയായി. ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പ് ഫൈനലിലും ഇന്ത്യ എത്തിയെങ്കിലും കപ്പടിക്കാനായിട്ടില്ല. ഈ ലോകകപ്പോടെ പരിശീലക സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണെന്ന് ദ്രാവിഡ് അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റൊരു റോളിൽ ദ്രാവിഡ് എത്തുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീസിനെ തകർത്ത് വിശ്വകിരീടം ചൂടിയാൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും മാത്രമല്ല മിസ്റ്റർ ഡിപ്പെൻഡബിളിനും അത് അർഹിച്ച അംഗീകാരമാകും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.